നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തെല്ലാം തരത്തിലെ പ്രശ്നങ്ങളാണ് ഓരോരുത്തരും നിത്യജീവിതത്തിൽ നേരിടുന്നത്? ഈ വിഷമങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പൊതു സ്വഭാവം കാണില്ലെങ്കിലും കൂടുതൽ പേരെയും അലട്ടുന്നത് സാമ്പത്തിക വിഷമങ്ങളാണ്. നമുക്കറിയാവുന്ന മാർഗങ്ങളിലൂടെ ഇതിന് പരിഹാരം കാണാൻ എല്ലാവരും ശ്രമിക്കുമെങ്കിലും അത് പലപ്പോഴും വേണ്ടത്ര ഫലപ്രദമാകില്ല. ഇതിന് മുഖ്യ കാരണം ഈശ്വരാധീനക്കുറവും ഭാഗ്യദോഷവുമാണ്. ഇത് പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥന, പൂജ, വഴിപാട് എന്നിവയിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദാരിദ്ര്യം നീങ്ങുന്നതിനും ധന ഐശ്വര്യത്തിനും ഗുണകരമായ മന്ത്രത്തെക്കുറിച്ചാണ്. പല മന്ത്രങ്ങൾ ജപിച്ചിട്ടും ഫലം കിട്ടാതെ നിരാശരായവർക്ക് വേണ്ടിയുള്ളതാണ് ഈ മന്ത്രം. പറഞ്ഞിരിക്കുന്ന വിധി പ്രകാരം ജപിച്ചെങ്കിൽ മാത്രമേ ഗുണഫലം ലഭിക്കുകയുള്ളൂ. ആദ്യം നെയ്യ വിളക്കിനു മുൻപിൽ കറുപ്പു വസ്ത്രം ധരിച്ച് വേണം മന്ത്രം ജപിക്കാൻ. ഈ മന്ത്രം ആദ്യാവസാനം 3 തവണ വീതം ജപിക്കണം. 21 ദിവസമെങ്കിലും മുടങ്ങാതെ ജപിക്കണം. അത്ഭുത ശക്തിയുള്ളതാണ് ഈ മന്ത്രം. മന്ത്രം ഇതാണ്: ഓം മനവേ നമഃ, ഓം വേദനിധയേ നമഃ, ഓം ഹ്രീം മനസേ നമഃ, ഓം യോഗീശായ നമഃ, ഓം മഹാവക്ഷസേ നമഃ, ഓം ഈശാനായ നമഃ, ഓം ഹംസമന്ത്രായ നമഃ, ഓം അജരായ നമഃ, ഓം ഭാനുമതേ നമഃ, ഓം യോഗനിധയേ നമഃ, ഓം താരകായ നമഃ, ഓം നീലവാസസേ നമഃ, ഓം ധർമ്മനിരതായ നമഃ, ഓം ദേവാംഗായ നമഃ, ഓം ദശഭുജേ നമഃ, ഓം സുന്ദരായ നമഃ, ഓം താരണായ നമഃ, ഓം മനുപ്രിയായ നമഃ, ഓം ചന്ദ്രചൂഡായ നമഃ, ഓം വിപിനായ നമഃ, ഓം വയോധികായ നമഃ, ഓം ഹരായ നമഃ, ഓം വംശകരായ നമഃ, ഓം സ്വർഗായ നമഃ, ഓം മാധവായ നമഃ, ഓം പിംഗളായ നമഃ, ഓം വജ്രഭൂഷായ നമഃ, ഓം ധന്യായ നമഃ, ഓം വേദഗാമിനേ നമഃ, ഓം ശാന്തായ നമഃ, ഓം ഗഗനായ നമഃ, ഓം പ്രിയങ്കരായ നമഃ, ഓം ഗൗരിപുത്രായ നമഃ, ഓം മിഹിരാബായ നമഃ, ഓം ശ്രീപുത്രായ നമഃ, ഓം സുപാലകായ നമഃ, ഓം മഹേശായ നമഃ, ഓം മൂലതവായ നമഃ, ഓം ആര്യായ നമഃ, ഓം കിരാതായ നമഃ, ഓം കൽപ്പവിഗ്രഹായ നമഃ, ഓം വാചസ്പയേ നമഃ, ഓം പൂർവജായ നമഃ, ഓം സചിത്രായ നമഃ, ഓം കുലപാലവയേ നമഃ, ഓം വൃന്ദായ നമഃ, ഓം ശുകവർണായ നമഃ, ഓം അർച്ചിതായ നമഃ, ഓം സ്വതന്ത്രായ നമഃ, ഓം പ്രേമരൂപായ നമഃ, ഓം ലയകരായ നമഃ, ഓം ബിന്ദുപ്രിയായ നമഃ, ഓം വരായ നമഃ, ഓം പരമേശ്വരായ നമഃ. എല്ലാവരും കാളിദേവിയെ ആരാധിക്കണം. ഭൂമിയിൽ പൊതുവായി പെട്ടെന്ന് പ്രത്യക്ഷാനുഗ്രഹം നൽകുന്ന ദേവതകൾ ഗണപതിയും മഹാകാളിയുമാണ്. തികഞ്ഞ ഭക്തി വിശ്വാസത്തോടെ ഭദ്രകാളിയെ ആരാധിച്ചാൽ വിദ്യ, ധനം, ശത്രുരക്ഷ ഇവ നൽകി അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിനിയാണ് കാളിയമ്മ. അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളിഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ്, അഹിതം എന്നിവ പറയുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഭദ്രകാളി കോപമായിരിക്കും ഫലം. കാർത്തിക, ഉത്രം, ഉത്രാട്ടം, അശ്വതി, മകം, മൂലം, പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചൊവ്വ ശുഭകാരനാണ്. ഇവർ നിത്യേന ഭദ്രകാളി ഭജനം നടത്തണം. ഭരണി, പൂരാടം, പൂരം, ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പുരുരുട്ടാതി ഇവർ ചന്ദ്രന് പക്ഷബലമില്ലാത്ത സമയത്താണ് ജനിച്ചതെങ്കിൽ പതിവായി ഭദ്രകാളിയെ ഭജിക്കണം. ചൊവ്വ ലഗ്നം 4, 5, 9 ഇവകളിലുള്ളവർ സൗമ്യമൂർത്തിയായ ഭദ്രകാളിയെ ഭജിക്കുന്നതാണ് ഉത്തമം. 2, 7, 10, 11 ഇവകളിൽ ചൊവ്വ നിൽക്കുന്നവർക്കും ഭദ്രകാളി പ്രീതി ഗുണകരമാണ്. 3, 6, 8 ഭാവങ്ങളിൽ ചൊവ്വ നിന്നാൽ കൊടുങ്കാളി, കരിങ്കാളി പ്രീതി ഉത്തമം. ജാതക പ്രകാരം യുഗ്മരാശികളായ ഇടവം, കർക്കടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ നിത്യവും ഭദ്രകാളിയെ ഭജിക്കണം. ഇവർ ചൊവ്വദശാകാലത്ത് പ്രത്യേകിച്ച് ഭദ്രകാളി ഉപാസന നടത്തണം.